Next is വൈപ്പിൻ നിലവിൽ കരുത്തുറ്റ മറ്റൊരു സ്ഥാനാർത്ഥി MP ഷൈനിയാണ് LDF എറണാകുളം കോർപ്പറേഷന്റെ പഴയ മേയർ ടോണി ചമ്മണി. അനിത തോമസ് ആണ് NDA കാൻഡിഡേറ്റ്. വൈപ്പിനിൽ എന്താണ് എന്നുള്ളതാണ് അവിടെ സമുദായ സമവാക്യങ്ങൾ, ഒപ്പം തന്നെ ഇടതിന്റെ വേരുറച്ച മണ്ണ്. വൈപ്പിനിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് പോയി മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് MP ഷൈനിയാണ്. നല്ല ഗംഭീര കാൻഡിഡേറ്റ് ആണ്. അത് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല, ചുറുചുറുക്കുള്ള ഇടത് പോരാളിയാണ്. ടോണി ചമ്മണി മോശമൊന്നുമല്ല. ടോണി ചമ്മണി ഫേസ് ആണ്, എറണാകുളം കോർപ്പറേഷന്റെ ഫേസ് ആണ്. എറണാകുളത്തിന്റെ മുഖവും പോരാട്ട വീരത്തിന്റെ കരുത്തുമാണ്. ജാതി സമവാക്യം ഭയങ്കര പ്രശ്നമാണ്. അവിടെ എല്ലാ സമവാക്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ എന്താണ് സംഭവിക്കാൻ ഓർമ്മിക്കുക, 8200 നോട്ടുകൾക്ക് ഉണ്ണികൃഷ്ണനെ വിജയിപ്പിച്ചു വിട്ട വൈപ്പിനാണ്. ഇത്തവണ ഉണ്ണികൃഷ്ണൻ അവിടെ ഇല്ല, പകരം അവിടെ ഷൈനി മത്സരിക്കാൻ എത്തുന്നു. ഷൈനി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ്, പോരാടുന്ന രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലവും ഷൈനിക്ക് അനുകൂലമാണ്. എന്താണ് സാധ്യതയെന്ന് നമുക്ക് നോക്കാം. വൈപ്പിൻ മണ്ഡലത്തിൽ അട്ടിമറി സംഭവിക്കുമോ? അവിടെ വൈപ്പിൻ മണ്ഡലം UDF പിടിച്ചെടുക്കുമോ? വൈപ്പിൻ UDF or LDF? LDF. ഞാനൊരു 50-50 പറയുന്നേ. അവിടെ നല്ല പോരാട്ടമാണ്. സ്റ്റിൽ സമുദായ സമവാക്യങ്ങൾ മാത്രമല്ല, ഷൈനിയുടെ ഒരു പേഴ്സണൽ അപ്പീൽ ആ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ചർച്ചയായിട്ടുണ്ട്. കാര്യം ഷൈനി ആ ഒരു പോരാട്ട വീര്യമുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പോരാട്ട വീര്യമുള്ള പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഒരു UDF വേവ് ഉണ്ടെങ്കിൽ UDF ഉണ്ടെങ്കിൽ വൈപ്പിൻ മറികടക്കും, സംശയമൊന്നുമില്ല. വൈപ്പിനും മറികടക്കും. നമ്മൾ പറഞ്ഞതുപോലെ കൊച്ചിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മതിയാവത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പോരാ എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്.